Hello students, welcome back to Bosco Campus Vision. In the last session we discussed about the Elliott wave theory. So now we are moving on to the next tool in technical analysis, that is the mathematical indicators. So as we know, the share prices do not rise or fall in straight lines. The movements are erratic. This makes it difficult for the analyst to gauge the underlying trend. Mathematical indicators are the indicators of underlying trend of the price movement. സോ നമ്മൾ ഈ കഴിഞ്ഞ സെഷൻസിലെല്ലാം ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഓരോ ടൂൾസായിട്ട് നോക്കി വരികയായിരുന്നു. ആദ്യമേ ഡൗ തിയറിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ചാർട്ട്സ് നോക്കി, അതിനുശേഷം ചാർട്ട് പാറ്റേൺസിൻ്റെ പല പാറ്റേൺസ് നോക്കി, ലാസ്റ്റ് സെഷനിൽ ഏലിയറ്റ് വേവ് തിയറി ഡിസ്കസ് ചെയ്തു. സോ ഇതിലെല്ലാം നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്, ഷെയർ പ്രൈസസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഷെയർ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എറാറ്റിക് ആണ്. അതായത് ഒരു ക്രമക്കെട്ട രീതിയിൽ, അതായത് ഒരു സ്ഥിരതയില്ലാത്ത രീതിയിലാണ് ഷെയർ പ്രൈസസ് മൂവ് ചെയ്യുന്നത്. ഒരു തറോ അനാലിസിസ് നടത്തിയാൽ നമുക്ക് ട്രെൻഡ് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, പക്ഷേ ഷെയർ പ്രൈസ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺസ് ആയിരിക്കും. ട്രെൻഡ് അപ്വേർഡ് ആണെങ്കിൽ തന്നെ പല രീതിയിൽ താഴോട്ട് പോകാം പ്രൈസസ്, പിന്നെ മേളിലേക്ക് വരാം. അങ്ങനെ ഒരു എറാറ്റിക് മൂവ്മെൻ്റ് ആണ് ഈ ഷെയർ പ്രൈസസിനുള്ളത്. സോ അത്തരത്തിലുള്ള എറാറ്റിക് മൂവ്മെൻറ്റ്സിൻ്റെ ഡിഫിക്കൽട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ മാത്തമാറ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ച് ഒരു ഷെയർ പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ അണ്ടർലൈൻ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ mathematical indicators യൂസ് ചെയ്യുന്നത്. So the two main mathematical indicators used in technical analysis are moving averages and oscillators. സോ രണ്ട് മെയിൻ മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ടെക്നിക്കൽ അനാലിസിസിൽ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ മൂവിങ് ആവറേജസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഓക്സിലേറ്റേഴ്സ്. The mathematical tool of moving averages can be used to smoothen out the apparent erratic movement of share prices and highlight the underlying trend. സോ മൂവിങ് ആവറേജ് എന്ന ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എറാറ്റിക് മൂവ്മെൻറ്റ് ഇറേസ് ചെയ്ത് കറക്റ്റ് അണ്ടർലൈനിങ് ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ദ ഓക്സിലേറ്റേഴ്സ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ ഓവർബോട്ട് ആൻഡ് ഓവർസോൾഡ് കണ്ടീഷൻ ആൻഡ് ഓൾസോ ദ പോസിബിലിറ്റി ഓഫ് ട്രെൻഡ് റിവേഴ്സൽസ്. സോ ഓക്സിലേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്കൊരു ഷെയറിൻ്റെ ഓവർബോട്ടും ഓവർസോൾഡ് കണ്ടീഷൻസും അതുപോലെ തന്നെ ട്രെൻഡ് റിവേഴ്സൽസും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. So these two main mathematical indicators again get subdivided. Moving averages are classified into two, that is simple moving averages and exponential moving average. And oscillators are classified into three, that is ROC, RSI and MACD. Where ROC represents rate of change indicator, RSI means relative strength index and MACD means moving average convergence and divergence. So this is the broad classification of various mathematical indicators. So as we know, moving averages are mathematical indicators of the underlying trend of the price movements. Two types of moving averages commonly used for analysis are simple moving average and exponential moving average. The closing price of the shares are generally used for the calculation of moving averages. സോ നമ്മൾ ചാർട്ട്സിലും പാറ്റേൺസിലും ഒക്കെ യൂസ് ചെയ്തിരുന്നത് പോലെ ക്ലോസിംഗ് പ്രൈസ് തന്നെയാണ് ഇവിടെ മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് സിമ്പിൾ മൂവിങ് ആവറേജ്. ആൻഡ് ആവറേജ് ഇസ് ദ സം ഓഫ് പ്രൈസസ് ഓഫ് എ ഷെയർ ഫോർ എ സ്പെസിഫിക് നമ്പർ ഓഫ് ഡേയ്സ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഡേയ്സ്. In a simple moving average, a set of averages are calculated for a specific number of days, each average being calculated by including a new price and excluding an old price. സോ കുറച്ച് നമ്പേഴ്സിൻ്റെ ആവറേജ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താണ് സാധാരണ രീതിയിൽ ചെയ്യുക, ആ നമ്പേഴ്സ് എല്ലാം ഒന്ന് ടോട്ടൽ ചെയ്തിട്ട് അതിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിൻ്റെ ആവറേജ് ലഭിക്കും. സോ അത്തരത്തിലൊരു സെയിം ആക്ടിവിറ്റി തന്നെയാണ് ഇവിടെ സിമ്പിൾ മൂവിങ് ആവറേജസിലും നടക്കുന്നത്. സോ ഇവിടെ 5 days സിമ്പിൾ മൂവിങ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ദിവസത്തെ ക്ലോസിംഗ് പ്രൈസിൻ്റെ ഡേറ്റ തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 5 days സിമ്പിൾ മൂവിങ് ആവറേജ് ആണ്, അതായത് 5 ദിവസത്തിൻ്റെ ആവറേജ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപോകേണ്ടത്. സോ ഇവിടെ 10 ദിവസത്തെ ക്ലോസിംഗ് പ്രൈസസ് തന്നിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 5 ദിവസത്തെ വീതം ക്ലോസിംഗ് പ്രൈസിൻ്റെ ടോട്ടൽ എടുക്കുക. അതാണ് നമ്മൾ തേർഡ് കോളത്തിൽ എൻ്റർ ചെയ്ത് പോകേണ്ടത്. അതിനുശേഷം തേർഡ് കോളത്തിലുള്ള ഓരോ ടോട്ടലും ഇതിൻ്റെ ഓരോ കോളത്തിലെയും ടോട്ടൽ നമ്പറായ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ മൂവിങ് ആവറേജ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ കാൽക്കുലേഷൻ മെത്തേഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദ ഫസ്റ്റ് ടോട്ടൽ ഇൻ കോളം 3 ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിംഗ് ദ പ്രൈസസ് ഓഫ് ദ ഫസ്റ്റ് 5 days. ദ സെക്കൻഡ് കോളം ഇൻ കോളം 3 ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിംഗ് ദ പ്രൈസ് ഓഫ് ദ 6th day ആൻഡ് ഡിലീറ്റിംഗ് ദ പ്രൈസ് ഓഫ് ദ ഫസ്റ്റ് day ഫ്രം ദ ഫസ്റ്റ് ടോട്ടൽ. ദിസ് പ്രോസസ് ഇസ് കണ്ടിന്യൂഡ്. The moving average in column 4 is obtained by dividing the total figure in column 3
by the number of days, here namely 5. സോ ഇവിടെ നമ്മൾ 5 ഡേയ്സ് സിമ്പിൾ മൂവിങ് ആവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ 5 ഡേയ്സ് ആയതുകൊണ്ട് തന്നെ 5th ഡേയിലെ മൂവിങ് ആവറേജിൻ്റെ ടോട്ടലാണ് നമുക്ക് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ആദ്യത്തെ 5 ക്ലോസിംഗ് പ്രൈസുകൾ ആഡ് ചെയ്താണ് നമ്മൾ ആ ടോട്ടൽ കണ്ടുപിടിക്കുന്നത്. സോ 33 മുതൽ 39 വരെയുള്ള ക്ലോസിംഗ് പ്രൈസസ് ആഡ് ചെയ്താണ് നമുക്ക് 180.5 എന്ന് പറഞ്ഞ ടോട്ടൽ ലഭിക്കുന്നത്. ഈ 180.5 ടോട്ടൽ നമ്പറായ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 36.1 എന്നുള്ള മൂവിങ് ആവറേജ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നെക്സ്റ്റ് 6th ഡേയിലെ മൂവിങ് ആവറേജിൻ്റെ ടോട്ടൽ കാണാനായിട്ട് ഫസ്റ്റ് ഡേയിലെ ക്ലോസിംഗ് പ്രൈസ് അവോയ്ഡ് ചെയ്തിട്ട് 6th ഡേയിലെ ക്ലോസിംഗ് പ്രൈസ് ആഡ് ചെയ്യും. അതായത് 35 മുതൽ 40 വരെയുള്ള ക്ലോസിംഗ് പ്രൈസ് ഐറ്റംസ് ടോട്ടൽ ചെയ്ത് നമുക്ക് 187.5 എന്ന ടോട്ടൽ ഫിഗർ കിട്ടും. പിന്നെ അതിനെ ടോട്ടൽ നമ്പറായ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 37.5 എന്ന 5 ഡേ മൂവിങ് ആവറേജ് നമുക്ക് ലഭിക്കും. ഇനി 7th ഡേയിലെ ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് 2nd ഡേയിലെ ക്ലോസിംഗ് പ്രൈസിനെ അവോയ്ഡ് ചെയ്ത് 7th ഡേയിലെ ക്ലോസിംഗ് പ്രൈസിനെ ആഡ് ചെയ്യും. അങ്ങനെ 193 എന്ന് പറഞ്ഞ ടോട്ടൽ നമുക്ക് ലഭിക്കും. അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 38.6 എന്നുള്ള 5 ഡേ മൂവിങ് ആവറേജും കിട്ടും. സോ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് നമ്മൾ 10 ദിവസത്തെ മൂവിങ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ 5 ഡേ സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ 5 സെറ്റ് വീതം എടുത്തെടുത്ത് പോകുന്നത്. ഇപ്പോൾ 6 ഡേയ്സ് മൂവിങ് ആവറേജ് ആയിരുന്നെങ്കിൽ നമ്മൾ 6 ഐറ്റംസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തേനെ. അതിപ്പോൾ അനലിസ്റ്റിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് എത്ര ഡേയ്സിൻ്റെ മൂവിങ് ആവറേജസ് വേണമെങ്കിലും ആവാം. 5 ഡേയ്സ് ആവാം, 6 ഡേയ്സ് ആവാം, 10 ഡേയ്സ് ആകാം. അങ്ങനെ എത്ര വേണമെങ്കിലും ഉള്ള സിമ്പിൾ മൂവിങ് ആവറേജസ് ആകാം. ഇവിടെ 5 ഡേ സിമ്പിൾ മൂവിങ് ആവറേജ് ആയതുകൊണ്ടാണ് നമ്മൾ 5 വീതമുള്ള സെറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. സോ ഇവിടെ കൊടുത്തേക്കുന്ന ക്ലോസിംഗ് പ്രൈസും 5 ഡേ മൂവിങ് ആവറേജുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ക്ലോസിംഗ് പ്രൈസിലെ ഫിഗേഴ്സ് എന്ന് പറയുന്നത് എറാറ്റിക് ആയിട്ട് കിടക്കുകയാണ്. 33 സ്റ്റാർട്ട് ചെയ്തു, 35 ആയി, 37.5 ആയി, വീണ്ടും അത് കുറഞ്ഞു 36 ആയി, പിന്നെ 39 ആയി, 40 ആയി, അങ്ങനെ കൂടിയും കുറഞ്ഞുമാണ് ക്ലോസിംഗ് പ്രൈസ് ഫിഗേഴ്സ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ 5 ഡേ മൂവിങ് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഒരു ഇൻക്രീസ് ആണ് കാണുന്നത്. 36.1, 37.5, 38.6, 38.8, 39.6, 40.4 അങ്ങനെ ഷെയർ പ്രൈസസിൻ്റെ ഒരു ഇൻക്രീസിങ് ലെവലാണ് കാണിക്കുന്നത്. സോ അത് നമ്മളൊരു അപ്വേർഡ് ട്രെൻഡാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സോ ഇവിടെ മൂവിങ് ആവറേജസിൻ്റെ ഇടയിൽ പ്രൈസസ് കുറയുന്നൊന്നുമില്ല, ഇൻക്രീസ് ആയി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളെ അതൊരു കറക്റ്റ് അപ്വേർഡ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ എറാറ്റിക് മൂവ്മെൻറ്റ്സ് ഒന്ന് മാറ്റിയിട്ട് കറക്റ്റ് ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിമ്പിൾ മൂവിങ് ആവറേജ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. So in this session we discussed about the meaning and classification of mathematical indicator and the calculation of simple moving average, which comes under the moving average mathematical indicator. Hope all are clear with the topic. Thank you.